Hi everyone, welcome back to my channel. Hope you all are doing good. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നല്ലൊരു റെസ്യൂമെ തയ്യാറാക്കുന്നതെന്നാണ്. സോ അതിന് മുമ്പായിട്ട് നമുക്ക് നോക്കാം, എന്തിനാണ് റെസ്യൂമെക്ക് നമ്മൾ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് റെസ്യൂമെ. ഡെഫിനറ്റ്ലി വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട, നമ്മളൊരു ഡെഡിക്കേഷൻ കൊടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് റെസ്യൂമെ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇന്റർവ്യൂ കിട്ടാനാണ് ഭയങ്കര ഡിഫിക്കൽറ്റി. അപ്പൊ അതിന് ആദ്യം നമുക്ക് ഇന്റർവ്യൂ കോൾ വരണം. അപ്പൊ ഇന്റർവ്യൂ കോൾ വന്നാലല്ലേ ഉള്ളൂ നമുക്ക് ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മുടെ സ്കിൽസ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് നമുക്ക് ആ ഒരു ജോലി സെക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തുള്ളൂ. സോ അപ്പൊ ഇന്റർവ്യൂവിന് കോൾ വരണമെങ്കിൽ ഡെഫിനറ്റ്ലി എംപ്ലോയേഴ്സ് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ റെസ്യൂമെ ആയിരിക്കും. നിങ്ങളിപ്പം ഫ്രഷ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ സംടൈംസ് CV ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി റെസ്യൂമെയാണ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ പറയും. ആക്ച്വലി ഇതൊരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താണ്, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറഞ്ഞ പോലെ റെസ്യൂമയ്ക്കകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല ശരിക്കും ഒരു പേഴ്സൺ. ബട്ട് നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ആ റെസ്യൂമിൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മളെ പറ്റി ആ ഒരു എംപ്ലോയറിന് കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷനും അതിലൂടെ നമ്മളെ ഒരു ഇന്റർവ്യൂ കോളിലേക്കും ബാക്കി ഫർദർ പ്രോസസ്സിലേക്കൊക്കെ പോകുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെസ്യൂമെ ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കീ സ്റ്റേജ് എന്ന് നമ്മൾ പറയും ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന റെസ്യൂമെ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ്. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആക്ച്വലി UK മൂവ് ചെയ്തതിന് ശേഷം അറൗണ്ട് ഒരു 4-5 ടൈംസ് ഞാൻ എൻ്റെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും UK ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഈ റെസ്യൂമെ എന്തേരം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ നമ്മൾ കൊടുക്കേണ്ട ഡെഡിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും നിങ്ങളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പോലെ ഒരു മതിയും മഴവിൽ കാവടിയൊക്കെ പുറത്ത് ഒരു റെസ്യൂമെയാണ് എനിക്കും ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കുറച്ച് കളേഴ്സൊക്കെ കയറ്റി കുറച്ച് ഫോണ്ടൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു റെസ്യൂമെ. അത് ഇപ്പോഴും നാട്ടിൽ അത് നമ്മുടെ റെസ്യൂമേലെ ആ ഒരു അപ്പിയറൻസ് അത്ര വലിയ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് നിങ്ങൾ കുറച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ നിങ്ങൾ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്നിട്ട് ഇവിടെ ജോലിക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളുടെ റെസ്യൂമേൽ കീപ്പ് ചെയ്യണം. സോ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ റെസ്യൂമെ തയ്യാറാക്കുമ്പം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് വളരെ സിമ്പിൾ ആൻഡ് നീറ്റ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഒന്നും കുത്തിക്കയറ്റാൻ നിൽക്കേണ്ട, ഒരുപാട് ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ഫോൺസ് ഒന്നും വേണ്ട, അലൈൻമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ റെസ്യൂമെ ഫുൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അലൈൻമെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ റെസ്യൂമെ ശരിയല്ല എന്നെനിക്ക് മനസ്സിലായി. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം, എങ്ങനെ അത് ചെയ്യും എന്നിങ്ങനെ കുറേ റിസർച്ചുകൾ ചെയ്ത് കുറേ വെബ്സൈറ്റ്സ് ഒക്കെ പോയി നോക്കി, പിന്നെ അതുപോലെ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി, പിന്നെ അങ്ങനെയൊക്കെ കുറേ റിസർച്ചുകൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ഒരു ഫോം. ആൻഡ് ഈ ഒരു റെസ്യൂമെ ഞാൻ വെച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചടപടയും ഇൻ്റർവ്യൂ കോൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിനാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനത് എൻ്റെ ഒരു നോട്ടൊക്കെ പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണെങ്കിലും ഇങ്ങനെ എല്ലാം നോട്ടാക്കി എഴുതി വെക്കും കേട്ടോ. പിന്നീട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് നമ്മൾ റെസ്യൂമെ തയ്യാറാക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്ന്. അതിലെ നമ്പർ 1 തിങ്, നിങ്ങളെ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണോ നിങ്ങൾ റെസ്യൂം തയ്യാറാക്കുന്നത് അതുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസും ക്വാളിഫിക്കേഷൻസുമാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഗ്രാം ഡെവലപ്പറായിട്ടാണ് ജോലി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിലൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് നിങ്ങൾ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആ പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ്, അതായിരിക്കണം ത്രൂ ഔട്ട് നിങ്ങൾ ഈ റെസ്യൂമേൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. പലപ്പോഴും നിങ്ങൾ സ്കിൽസ് ഹോബീസൊക്കെ എഴുതുമ്പോഴത്തേക്കിന് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ ഹോബീസ് എന്ന് പറയുമ്പം എല്ലാവരും ഇടുന്നതാണ് ഗാർഡനിങ്, എന്താണ് റീഡിങ്, അങ്ങനെയുള്ള ഹോബീസ്. ഓക്കെ, അതൊക്കെ നല്ലൊരു ഹോബീസ് തന്നെയാണ്. ബട്ട് അതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു സ്കിൽസ് ആൻഡ് ഹോബീസ് ആയിരിക്കും പലപ്പോഴും. ആൻഡ് ആ സ്കിൽസ് ആൻഡ് ഹോബീസ് നിങ്ങളെ ഈ ഒരു കരിയറിൽ നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക, അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള ആ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യുന്ന സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹോബീസ് ആണോ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്
എന്താണ് ഇതുപോലെയുള്ള സോഫ്റ്റ് സ്കിൽസ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക, നമ്മുടെ റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കുക. അത് നിങ്ങളുടെ റെസ്യൂമിയുടെ ലെങ്ത് കൂട്ടുന്നതല്ലാതെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അതിനില്ല. ദ ഫസ്റ്റ് തിങ് ഈസ്, നിങ്ങൾ ഏത് ജോലിക്കാണോ ശ്രമിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ സ്കിൽസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കാം. ഇപ്പൊ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം സ്കിൽസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് IT സ്കിൽസ്. നിങ്ങൾ ഏത് പ്രൊഫഷനിൽ നിങ്ങൾ പൊക്കോ, നിങ്ങൾ ടീച്ചിങ്ങിൽ പൊക്കോ, പ്രോഗ്രാം ഡെവലപ്മെന്റിൽ പൊക്കോ, അങ്ങനെ ഏത് ഫീൽഡിൽ നിങ്ങൾ പോയാലും IT റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം കൂടുതലും ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് IT സ്കിൽസ് അത്ര പോരാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അവിടെയാണ് നിങ്ങളെപ്പോലെയുള്ള IT സ്കിൽസ് നന്നായിട്ടുള്ള ആൾക്കാർക്ക് സ്കോപ്പ് വരിക. അപ്പോൾ നിങ്ങളുടെ IT സ്കിൽസ് നന്നായിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അടുത്തതാണ് ലാംഗ്വേജ് സ്കിൽസ്. നിങ്ങൾ പലപ്പോഴും ഇന്ത്യക്കാർ നമ്മളെല്ലാവരും മൾട്ടി ലിംഗ്വലാണ്. നമുക്ക് ഒരു 3-4 ലാംഗ്വേജസ് ഒക്കെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം മൾട്ടി ലിംഗ്വൽ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്കില്ലാണ്. എസ്പെഷ്യലി നിങ്ങളിപ്പം ഇംഗ്ലീഷിലൊക്കെ നല്ല സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുള്ള രാജ്യത്തേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ മൾട്ടി ലിംഗ്വലാണെന്ന് കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്കില്ല് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്കിൽസ് എഴുതുമ്പം നിങ്ങൾ വളരെ ലോങ് സെൻറ്റൻസുകളായിട്ട് എഴുതാതെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പോയിന്റ്സ് ആയിട്ട് എഴുതുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് വലിയ സെൻറ്റൻസ് ആക്കി എഴുതി വെച്ചാൽ എംപ്ലോയീസ് അല്ലാതെ കുത്തിയിരുന്ന് വായിക്കണം എന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ കോർ സ്കിൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കിൽസ് ആ ഒരു സെൻറ്റൻസിനകത്ത് മുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാനും പെട്ടെന്ന് ക്യാച്ചി ആയിട്ട് നിൽക്കാനും ബുള്ളറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തതായിരിക്കും നല്ലത്, ഒരു സെൻറ്റൻസ് എഴുതുന്നതിലും നല്ലത്. പിന്നെ പലപ്പോഴും ഇപ്പോഴും നാട്ടിൽ റെസ്യൂമെ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ച് ഫുൾ അഡ്രസ്സൊക്കെ മുകളിൽ എഴുതി അങ്ങനെയാണ് റെസ്യൂമെ തയ്യാറാക്കുന്നത്. ബട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നിങ്ങൾ റെസ്യൂമിൽ ഫോട്ടോ വെക്കണം എന്നുള്ളത് ഒരിക്കലും മാൻഡേറ്ററി അല്ല. ബട്ട് നമ്മുടെ നാട്ടിലാണ് നിങ്ങൾ ജോലി അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോട്ടോ വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം അത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ബട്ട് നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെൽഫി ഭയങ്കര ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ബാഡ് ആംഗിൾ, ഒരു ടോപ്പ് ആംഗിളിൽ നിന്നോ അല്ലെങ്കിൽ സൈഡ് ആംഗിളിൽ നിന്നോ ഒക്കെയുള്ള ഫോട്ടോ അങ്ങനെയൊന്നും കൊടുക്കാതെ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിങ്ങളൊരു സ്റ്റുഡിയോയിൽ എടുത്ത ഒരു ഫോട്ടോ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ഒരു എന്താ നമ്മൾ പറയുക, ഒരു സോളിഡ് കളർ ബ്രൈറ്റോ അല്ലെങ്കിൽ ലൈറ്റോ ആയിട്ടുള്ളൊരു സോളിഡ് കളർ കൊടുത്തിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഫോട്ടോ അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അഡ്രസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ റെസ്യൂമിൽ ഒരിക്കലും ഫുൾ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നിങ്ങൾ ഏത് ടൗണിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. കാരണം എംപ്ലോയീസിന് നിങ്ങൾക്ക് അത് കമ്മ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ അഡ്രസ്സ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കോണ്ടാക്ട് ഇൻഫർമേഷൻ, നിങ്ങളുടെ ഇമെയിലും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പറും കൊടുക്കാം. പിന്നെ നിങ്ങൾ എപ്പോഴും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സജഷനാണ്, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള യൂസിന് വേണ്ടി ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യുക. ഈ അച്ചു കിച്ചു മാക്കാച്ചി കോക്കാച്ചി അങ്ങനെയൊക്കെ ഇടയ്ക്ക് വരുന്ന പിന്നെ ഫാൻസി നമ്പേഴ്സ് 777 എന്നൊക്കെ വരുന്ന അങ്ങനെയൊക്കെ വരുന്ന ഫാൻസി കൈൻഡ് ഓഫ് തിങ്സ് ഉള്ള ജിമെയിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യാതിരിക്കുക. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കണം നിങ്ങളുടെ ഒരു ജിമെയിൽ. ആൻഡ് ആ ജിമെയിൽ കാണുമ്പം നിങ്ങളുടെ ജിമെയിൽ ആണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പേരോ നിങ്ങളുടെ ഇനിഷ്യൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന്. ഇനി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ്, ഹോബീസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രി സ്പെസിഫിക് അല്ലാത്ത ഹോബീസ് അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു അഡ്രസ്സ് കൊടുക്കണം നിർബന്ധമില്ല, ഫോട്ടോ ഈസ് നോട്ട് മാൻഡേറ്ററി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്പർ ഓഫ് കിഡ്സ് ഒരിക്കലും റെസ്യൂമിൽ വരേണ്ട കാര്യമേ ഇല്ല. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇൻ്റർവ്യൂവിലൊക്കെ മാരിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഐ ഫെൽറ്റ് ദാറ്റ്സ് ഓൾവേസ് റൂഡ്. ഒരു ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂ ചോദിക്കുന്ന റൂഡാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് അവർ ചോദിക്കും, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമുക്കത് റെസ്യൂമിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ബട്ട് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വരുമ്പം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒഴിവാക്കാം. ബിക്കോസ് ഇവിടെ നമ്മളുടെ
ഏജ് വെച്ചിട്ടോ ജെൻഡർ വെച്ചിട്ടോ മാരിറ്റൽ സ്റ്റാറ്റസ് വെച്ചിട്ടോ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നമ്മുടെ നാഷണാലിറ്റി ഡിസേബിലിറ്റി നമ്മൾ പറയാറില്ല, ഡിഫറെൻ്റ് എബിലിറ്റി, ഓക്കെ, അതൊക്കെ വെച്ചിട്ട് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നിന്ന് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ ഡിഫറെൻ്റ് എബിലിറ്റീസ്, പിന്നെന്താണ് പറഞ്ഞത്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ഒഴിവാക്കാം എന്ന് ഞാൻ പറയുന്നത്. ബട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഇൻ്റർവ്യൂവിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ആക്ച്വലി അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നിലവിലുണ്ട്. പലപ്പോഴും ഒരു ജോലിക്ക് ഇത്ര ഇയേഴ്സ് വരെയുള്ളവരൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സ്റ്റാൻഡേർഡ് തന്നെ വെച്ചിട്ടുണ്ട്. റൈറ്റ്, അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്, ശരിക്കും എങ്ങനെയാണ് നമ്മൾ റെസ്യൂമെ എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. ബട്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റെസ്പോൺസ്. അപ്പം നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ ആൻഡ് ഈ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ വീഡിയോ ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ see you all on another video. Bye.